അതിന്റെ നിയമവശങ്ങളിൽ പറയുന്നത്. ഓക്കെ, എന്തൊക്കെ തരത്തിലുള്ള ഡ്രഗ്സാ നിങ്ങൾക്ക് അറിയുന്നത്? നമ്മൾ പണ്ട് കേട്ടിട്ടുള്ള വലിയ ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ട് ഈ കഞ്ചാവ് അല്ലെ, കഞ്ചാവും അതിന്റെ വകഭേദങ്ങളൊക്കെ ആയിരുന്നു. എന്നാൽ ഇന്ന് കണ്ടോ അവൻ പറയുന്നില്ല MDMA അല്ലെ. അതായത് ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് വരെ അറിയാൻ പറ്റുന്നുണ്ട്. MDMA അതുപോലത്തെ കെമിക്കൽ ഡ്രഗ്സ്, സിന്തറ്റിക് ഡ്രഗ്സ്, ഇതെല്ലാം ഇന്ന് വളരെ സുലഭമായിട്ട് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. നിനക്ക് അറിയോ ആരെങ്കിലും MDMA യൂസ് ചെയ്യുന്നവരെ? നീ അടുത്ത് കണ്ടിട്ടുണ്ടോ? പിന്നെ എങ്ങനെ അറിയുന്നത്? ഓക്കെ, ആയിക്കോട്ടെ. ഓക്കെ, സോ പണ്ട് കഞ്ചാവൊക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് പല രീതിയിലുള്ള ഡ്രഗ്സ് കിട്ടുന്നത്. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് പിന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഇപ്പൊ കുട്ടികളായിക്കോട്ടെ അല്ലെങ്കിൽ യൂത്ത് ആയിക്കോട്ടെ, നിങ്ങളുടെ ചേട്ടന്മാര് ചേച്ചിമാർ അല്ലെങ്കിൽ കുറച്ചും കൂടെ പ്രായമുള്ള ആളുകൾ, ഇവരൊക്കെ എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ഡ്രഗ്സ് അത്തരം സബ്സ്റ്റൻസസിലേക്ക് അടിമപ്പെട്ടു പോകുന്നത്? അതിന്റെ കാരണങ്ങൾ എന്താണ്? അത് നമുക്കൊന്ന് ആലോചിക്കേണ്ട കാര്യം അല്ലെ. നമുക്ക് ഇതിന്റെ ഉപയോഗം തടയണമെങ്കിൽ, ആളുകൾക്കിടയിൽ ഇത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകുന്ന ഒരു ടെൻഡൻസി കുറയ്ക്കണമെങ്കിൽ നമ്മൾ അതിന്റെ റൂട്ട് കോസ് അറിയാം അല്ലെ. അത് എന്തുകൊണ്ട് പടരുന്നു എന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ശരിയല്ലേ പറയുന്നത്? സോ എന്തായിരിക്കും അതിന്റെ കോസ്? എന്തുകൊണ്ടായിരിക്കും ഈ യൂത്ത്? നമുക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങൾ പുറത്തുണ്ട് അല്ലെ. നമുക്ക് ബുക്സ് വായിക്കാനുള്ള അവസരങ്ങളുണ്ട്, സിനിമകൾ കാണാനുള്ള അവസരങ്ങളുണ്ട്, പുറത്ത് ഇഷ്ടം പോലെ ഗെയിംസ് ഉണ്ട് അല്ലെ. ഇതിലേക്കൊന്നും പോവാതെ എന്തുകൊണ്ടായിരിക്കും ഇത്തരം ഡ്രഗ്സും കാര്യങ്ങളിലേക്കും കൂടുതൽ അട്രാക്റ്റഡ് ആവുന്നത്? റീസൺസ് എന്തൊക്കെയാ? നിങ്ങളുടെ മനസ്സിൽ വരുന്ന റീസൺസ് ഒന്ന് പറയോ? എന്തുകൊണ്ടായിരിക്കും പറഞ്ഞോ? ദേഷ്യോ? ദേഷ്യം. പിന്നെ കേട്ടില്ല. ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരുമോ? ആരും ചീത്ത ആൾക്കാർ കൊണ്ടുവന്ന് തരും. പിന്നെ കിട്ടിയില്ല അങ്ങനത്തെ ഇല്ലല്ലേ? കറക്റ്റ് ആണോ പറയുന്നത്? എനിക്കറിയാത്. പിന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ. ഇന്ന് എല്ലാവരും എന്താ മൊബൈൽ ഫോൺസിന് അഡിക്റ്റഡ് ആണ്. വീട്ടില് സംസാരം തന്നെ കുറവാണ് അല്ലെ. നമ്മുടെ വീട്ടിലൊക്കെ പറയും, നേരിട്ട് പോയി പറയുന്നേക്കാൾ എളുപ്പം എന്താ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, പോയി സാധനം വാങ്ങിയിട്ട് വരും, അങ്ങനെയൊക്കെ പറയില്ലേ. അതായത് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റഡ് ആണ്, അത്ര കണ്ട് അഡിക്റ്റഡ് ആണ്. നമുക്ക് തമ്മിലുള്ള സംസാരം കുറവാണ്. വീട്ടില് അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ആയിട്ടുള്ള സംസാരം കുറവാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്താ കൂടുതൽ ഒരു ഒറ്റപ്പെടൽ തോന്നുന്നുണ്ടാവും. നമ്മുടെ ഒഴിവ് സമയങ്ങളിൽ ചെലവഴിക്കാനും അതുപോലെ തന്നെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പല തോന്നലുകളാണ്. അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് കൂടുതലും എന്താണ് ഈ ഡ്രഗ്സും അതിന്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിലും ഒക്കെ ഇൻവോൾവ് ആയി പോകുന്നത്. അപ്പൊ നമുക്ക് അതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുക? ബന്ധങ്ങൾ കുറയും. ഇപ്പൊ നമുക്കൊരു വിഷമം വരാണ്, ഒരു വിഷമം വരുന്ന സമയത്ത് നമുക്കത് ഷെയർ ചെയ്യാൻ ആളുകൾ ഉണ്ടാവും, നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ നമുക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ, അതായത് കുട്ടിയിരിക്കുന്ന സമയത്ത് അച്ഛനോട് അമ്മയോട് ഇരുന്ന് കാര്യങ്ങൾ പറയാൻ പറ്റും, അല്ലെങ്കിൽ എന്ത് കാര്യം ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സുഹൃത്ത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ നമ്മുടെ ടെൻഷൻ കുറയും, നമ്മുടെ വിഷമങ്ങൾ കുറയും. പലപ്പോഴും ഇത്തരം വിഷമങ്ങളും കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റാണ്ട് വരുമ്പോഴാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്? ഡ്രഗ്സ് പോലത്തെ കാര്യങ്ങളിൽ അഭയം തേടുന്നത് അല്ലേ. ശരിയല്ലേ പറയുന്നത്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഫാമിലിയിൽ ബന്ധങ്ങൾ തകരുന്നതാണ് ഒരു റീസൺ എന്ന് പറഞ്ഞു. മറ്റൊരു കാര്യം എന്താ ജീവിത പ്രശ്നങ്ങൾ. അതാ പറഞ്ഞത്, നമുക്കുള്ള വിഷമങ്ങളും നമ്മുടെ ടെൻഷൻസും കാര്യങ്ങളും ഒക്കെ എന്താണ് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ അല്ലെ. പലപ്പോഴും നമ്മുടെ ഒരു ഭയങ്കര ലോ ആയിട്ട് നിൽക്കുന്ന ആളെ ഹൈ ആക്കാനൊക്കെ ഇത്തരം സൈക്കോട്രോപിക് സബ്സ്റ്റൻസസിന് സാധിക്കുന്നുണ്ട്. കൂടുതലും എന്താണ്
അതുകൊണ്ട് തന്നെയാണ് കൂടുതലും ഇത്തരം ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് അധികമായിട്ട് അധ്വാനിക്കുന്നവരാണ്. പ്രത്യേകിച്ചും ഈ ലേബർ ക്യാമ്പ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അന്യസംസ്ഥാന തൊഴിലാളികൾ വന്ന് ക്യാമ്പ് ചെയ്യുന്നുണ്ടാവില്ലേ, അവരുടെ ഇടയിലാണ് ഈ ഡ്രഗ്സിന്റെ ഉപയോഗം കൂടുതലാണ്. കാരണം എന്തുകൊണ്ടാണ്? അവർ